മലയാള സിനിമയിലെ മിന്നും താരമായി മോഹൻലാൽ പ്രദർശനശാലകളിൽ കീഴടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായി തുടങ്ങിയ മോഹൻലാൽ പതിയെ വില്ലൻ സഹനടൻ വേഷങ്ങളിൽ നിന്നും നായകനാവുകയും പിന്നീട് സൂപ്പർ താരമാവുകയും ചെയ്തു. ഈ സൂപ്പർ താര പദവിയിൽ നിൽക്കുമ്പോഴും മോഹൻലാലിന്റെ പഴയ ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. മോഹൻലാലിന്റെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം ഏതെന്നുള്ള ചോദ്യത്തിന് പലരും പറയുന്ന ഉത്തരം തമ്മി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ ആണെന്നാണ്. എന്നാൽ ആ ചിത്രമല്ല ആദ്യത്തെ സൂപ്പർ ഹിറ്റ് എന്നും അത് ഏത് ചിത്രമാണ് എന്ന് തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് പറയുന്നത് ഇങ്ങനെ: എല്ലാവരും പറയുന്നത് മോഹൻലാൽ ഒരു സൂപ്പർ താരമായി ഉയരുന്നതും ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് നേടുന്നതും തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. മോഹൻലാലിന്റെ ആദ്യ സൂപ്പർ ഹിറ്റ് സംവിധാനം ചെയ്തത് ശശികുമാർ ആണ്, തമ്പി കണ്ണന്താനത്തിന്റെ ഗുരുവായ ശശികുമാർ. എന്നാൽ പലരും ഈ ചിത്രത്തെ വിസ്മരിക്കാറുണ്ട്. ശശികുമാർ സംവിധാനം ചെയ്ത പത്താമുദയം ആണ് മോഹൻലാലിന്റെ ആദ്യ സൂപ്പർ ഹിറ്റ്. ഞങ്ങളാണ് ആദ്യം മോഹൻലാലിന് ഒരു സൂപ്പർ ഹിറ്റ് നൽകിയത് എന്ന രീതിയിൽ ഏറെ കാലത്തിന് ശേഷം എന്നോടും തമ്പി കണ്ണന്താനത്തിനോടും പലരും സംസാരിച്ചപ്പോൾ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ആ ക്രെഡിറ്റ് ശശികുമാർ സാറിന് അവകാശപ്പെട്ടതാണ് എന്ന്. രണ്ട് ചിത്രങ്ങളും മോഹൻലാലിന്റെ കരിയറിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. എന്നാൽ പ്രേക്ഷകർ പത്താമുദയം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം.